കുറച്ച് പറിച്ചാൽ മതി കേട്ടാ, കുറച്ച് പറിച്ചാൽ മതി. അതിന്റെ കുറച്ച് കിടക്കട്ടെ, നമുക്ക് നാളെ വന്ന് പറിക്കാമല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാരസ് ഫാമിലി. അപ്പം ഞങ്ങളുടെ 2 അമ്മമാർ നാട്ടിൽ നിന്ന് വന്നിട്ട് അവർക്കിവിടെ ഈന്തപ്പന നിൽക്കുന്നതെന്ന് കാണണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവർ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തിറക്കി നമ്മുടെ മദർ പാർക്കിൽ കൊണ്ടുവന്നതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം എന്താ സന്തോഷം. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അതൊന്നും പുത്തിരിയല്ല, നാട്ടിലുള്ളവർക്ക് എന്തായാലും പുത്തിരിയാണ്. അത് തന്നെയല്ല, ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്കാവുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ അല്ലേ. അപ്പോൾ അവർ വന്ന് ഈന്തപ്പഴം കണ്ടല്ലേ, ഈന്തപ്പന കണ്ട് അതിൽ ഈന്തപ്പഴം കിടക്കുന്ന കണ്ട് അത് പറിക്കുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴുത്തത് ഉടനെ പോകുന്നുണ്ട്. കോഴി കൂന്ന് വെച്ചാണോ കേട്ട ശ്രീക്കുട്ട? അമ്മേ കുറച്ച് പറിച്ചാൽ മതി കേട്ടാ, കുറച്ച് പറിച്ചാൽ മതി. അതിന്റെ കുറച്ച് കിടക്കട്ടെ, നമുക്ക് നാളെ വന്ന് പറിക്കാമല്ലോ. ഉണങ്ങിയതൊന്നും പറിക്കണ്ട. സന്തോഷായോ? സന്തോഷം. ഈന്തപ്പഴം അടിച്ചു പറഞ്ഞത് ഈ പൊടി മുഴുവൻ തിന്നുന്ന കാണുമ്പോൾ തന്നെ അറിയാം ആദ്യമായിട്ട് കാണുന്നവരാണ് ഗെയ്സ്. അപ്പം നമ്മൾ അവരെ ഈന്തപ്പന തോട്ടത്തിൽ ഇറക്കി വിട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ട് പോവാം. അപ്പം അവർ വീണ്ടും അടുത്ത ഈന്തപ്പനയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ ഗെയ്സ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അവർ പറിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പറിച്ച് തിന്നുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷം തരുന്നല്ലേ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പറിച്ചാൽ ഒരു കുഴപ്പമുള്ളതാണോന്ന്. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, വേറെ കവറിലേക്ക് ഇട്ടോ. അമ്മയാണെങ്കിൽ അച്ഛൻ നാട്ടിലായതുകൊണ്ട് അച്ഛൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അമ്മയാണെങ്കിൽ റിവെഞ്ചിന്റെ ഭാഗമായിട്ടാണ് വന്ന് ഈന്തപ്പഴം പറിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വിസിറ്റ് വന്നപ്പോഴേ ഈന്തപ്പഴം പറിച്ചിട്ട് അച്ഛൻ ഫോട്ടോ ഇട്ട് കൊടുത്തായിരുന്നു. അത് കണ്ടുകൊണ്ട് അമ്മ ഇവിടെ വന്നിട്ട് ഈന്തപ്പഴം പറിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അച്ഛനിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതെല്ലാം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയണേ. ദേശം അപ്പം ഒരു പറിച്ചു കഴിഞ്ഞു. അത് കഴുകി കൊണ്ടുവന്ന് തരുന്ന രംഗമാണ്. പറഞ്ഞാൽ ഇതിന് ചവപ്പൊന്നുമില്ല, നല്ല മധുരം ഇല്ലല്ല, അതിന് ചവപ്പുണ്ടേ.